ഹായ് ഓൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തഡാണ് മാജിക് ക്യാൻഡിൽ മാനിഫെസ്റ്റേഷൻ. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രീംസ്, ഗോൾസ്, വിഷസ് എല്ലാം റിയാലിറ്റിയിലേക്ക് വരാൻ സഹായിക്കുന്നതാണ്. ഈ മാജിക് ക്യാൻഡിൽ മെത്തേഡിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഒരു ക്യാൻഡിലും നിങ്ങളുടെ വിഷ് എഴുതാനൊരു പേപ്പറും ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിന് മറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാൻഡിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻഡിലിൻ്റെ കളറും നമ്മുടെ ഇത്തിരി ബന്ധമുള്ളതാണ്. നിങ്ങൾക്കൊരു ഗ്രീൻ കളർ ക്യാൻഡിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മണി ആൻഡ് അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേസമയം പിങ്ക് കളറാണെന്നുണ്ടെങ്കിൽ ലവ് ആൻഡ് റിലേഷൻഷിപ്പൊക്കെ അട്രാക്റ്റ് ചെയ്യാനും, വൈറ്റ് എപ്പോഴും പീസ് ആൻഡ് ക്ലാരിറ്റി നൽകുന്നതായിരിക്കും. പിന്നെ യെല്ലോ ആണെങ്കിൽ സക്സസ്സും കോൺഫിഡൻസും അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്യാൻഡിലിൻ്റെ കളറ് നിങ്ങളുടെ വിഷനനുസരിച്ച് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കളേഴ്സൊന്നും എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പ്യുവർലി നമുക്ക് എന്തെടുക്കാം, വൈറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാൻഡിൽ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ ക്ലീൻ ആയിട്ടുള്ള ക്യാൻഡിലായിരിക്കണം. നമ്മൾ യൂസ് ചെയ്തത് ആകാൻ പാടില്ല. ഇനി വേണ്ടത് നമുക്കൊരു ഇൻറ്റൻഷൻ വേണം. നമുക്ക് എന്താണോ ഗോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം എന്താണോ ആ ഒരു ഡ്രീം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ കയ്യിൽ പിടിച്ച് നമ്മുടെ കണ്ണുകൾ അടച്ച് എന്താണോ നമുക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ട വിഷ് അത് ക്ലിയർ ആയിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ വിഷ് ഓൾറെഡി സംഭവിച്ചു എന്നതുപോലെ വേണം ഫീൽ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം ജോബാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ എൻ്റെ ഈ പുതിയൊരു ജോലിയിൽ വളരെയധികം സന്തോഷവാനാണ് എന്നുള്ള ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിലിൽ ഒരു നീഡിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചോ ഷോർട്ട് വേർഡ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അതായത് എനിക്ക് സക്സസ് ആണെങ്കിൽ സക്സസ് എന്ന് എൻ്റെ അകത്ത് എഴുതാം, ലവ് ആണ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലവ് എന്ന് എഴുതാം, വെൽത്ത് ആണ് വേണ്ടതെങ്കിൽ വെൽത്ത് എന്ന് എഴുതാം. ഇത് ഓപ്ഷണൽ മാത്രമാണ്, പക്ഷേ ഇത്തിരി പവർഫുള്ളാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്യാൻഡിൽ താഴെ വെച്ചിട്ട് ഒരു സ്മാൾ പേപ്പറിൽ നിങ്ങൾക്ക് എന്താണോ വിഷ് വേണ്ടത് അത് അതിൻ്റെ അകത്ത് എഴുതാം. എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ടെൻസിൽ വളരെ ഷോർട്ടായിട്ട് മാത്രം നിങ്ങളുടെ വിഷ് എഴുതുക എന്നുള്ളതാണ്. ഇനി എന്ത് ചെയ്യുക, ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുക, ക്യാൻഡിൽ കത്തിക്കുക. അപ്പോൾ അതായത് ലൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, എൻ്റെ വിഷ് പൂർത്തിയായി കഴിഞ്ഞു, എൻ്റെ വിഷ് ഓൾറെഡി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്നുള്ളത് വേണം നമ്മുടെ മൈൻഡിൽ റിപ്പീറ്റഡായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം. ഇനി ആ ക്യാൻഡിലിൻ്റെ ഫ്ലെയിമിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ വിഷ്വലൈസേഷൻ അതിനുള്ളിൽ കാണുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ക്യാൻഡിൽ ബേൺ ഔട്ട് ആകുമ്പോൾ അതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നന്ദി പറയുക. അപ്പോൾ ക്യാൻഡിൽ മുഴുവൻ ബേൺ ചെയ്യണം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ആ ലാസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ക്യാൻഡിൽ ഫുള്ളി ബേൺ ഔട്ട് ആകുമ്പോൾ. അപ്പോൾ ഫുള്ളി ബേൺ ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് സേഫ്ലി ചെയ്യണം. ബേൺ ഔട്ട് ആകാതെ പകുതിക്ക് വെച്ച് നിർത്താതെ ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ്, അതായത് ഫാസ്റ്ററായിട്ട് നിങ്ങളുടെ വിഷ് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി എന്ത് ചെയ്യണം, നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ വേണം. അത് കൺഫ്യൂഷൻ ഇല്ലാതെ വേണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, ഇപ്പം എല്ലാവർക്കും പണം ആവശ്യമാണല്ലേ. അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് എനിക്ക് ഐ വാണ്ട് മണി എന്നുള്ളതല്ല നമ്മളവിടെ സെറ്റ് ചെയ്യേണ്ട ഇൻറ്റൻഷൻ. നിങ്ങൾക്ക് എത്ര എമൗണ്ട് പണം വേണം എന്നുള്ളത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞിരിക്കണം. പിന്നെ സ്ട്രോങ് ഇമോഷൻസ് ആയിരിക്കണം. വിഷ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതുപോലെയുള്ള എക്സൈറ്റ്മെൻറ്റും അതിനോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾ ഫീൽ ചെയ്യണം. പിന്നെ ഇത് കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്റ്റർബൻസ് വരുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്തരുത്, അത് ആ ഒരു ഡേ നമ്മൾ കണക്ക് കൂട്ടാതെ എന്താ ചെയ്യുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ക്യാൻഡിൽ റിച്വൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ
ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക. അതായത് യൂണിവേഴ്സിൽ നമ്മൾ എപ്പോഴും ട്രസ്റ്റ് കൊടുക്കുക. ആ ട്രസ്റ്റ് ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്യാൻഡിൽ ഫുള്ളി ബേൺ ആകണം. അതായത് ഹാഫ് വേയിൽ അത് ബ്ലോ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പകുതി ക്യാൻഡിൽ കത്തിക്കഴിയുമ്പോഴത്തേനും നമ്മളത് ഊതിക്കെടുത്തുക, അങ്ങനെയുള്ള കാര്യം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവിടെ എനർജി കട്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡബിൾ മൈൻഡ് വെക്കരുത്. അതായത് ഇത് വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുന്നതൊക്കെ ഒരു ഡബിൾ മൈൻഡ് ഫീലിംഗ് ആണ്. അത് നിങ്ങളുടെ വിഷസിനെ ബ്ലോക്ക് ചെയ്യിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒത്തിരി അധികം വിഷസ് ഒരുമിച്ച് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് എനർജി സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലൊരു ടെക്നിക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരൊറ്റ വിഷ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ട്, ഐ വാണ്ട് മണി എന്ന് പറയുന്നതിനേക്കാളും ഐ ആം ഏർണിംഗ് 50,000 ഈസിലി എന്ന് പറയുന്ന വേർഡാണ് അവിടെ മോർ പവർഫുൾ. അപ്പം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിന് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഇത്ര എമൗണ്ടാണ് ആവശ്യം എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇമോഷൻസ് ഓൾറെഡി നമ്മൾ കിട്ടിയ പോലെ, ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, എക്സൈറ്റഡ് ആണെങ്കിൽ എക്സൈറ്റഡ്, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ ഗ്രേറ്റ്ഫുൾ, അതെന്ത് ചെയ്യണം, ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ആയിട്ട് നമുക്ക് പറയാനുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻഡിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക. ഇത് വർക്ക് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അതിലൊരു ഫയർ എലമെൻ്റ് ഉണ്ടല്ലേ. ഈ ഫയർ എലമെൻ്റ് എന്ന് പറയുന്നത് എനർജി ആൻഡ് ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ക്യാൻഡിലിൻ്റെ ഫ്ലെയിം എനർജി റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഫോക്കസ് ആൻഡ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് അല്ലേ. അതായത് നമ്മുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ക്യാൻഡിൽ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പം ഇനി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ഒരു ആക്ടിവേഷൻ നടക്കുന്നു എന്നുള്ളതും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ റിച്വൽസ് ഉണ്ട്. അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്താലും മതി. അപ്പം എന്തൊക്കെയാണ് ഒരു എക്സ്ട്രാ റിച്വൽസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതും ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് പറയുന്നതിന് വേണ്ടി മാത്രം. അപ്പം അതിലൊന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിക്കാം. അതായത് ഈ ക്യാൻഡിൽ ബേൺ ചെയ്യുന്നതിന് മുമ്പ് ചില ഓയിൽസ് ഉണ്ട്. അതായത് ലാവൻഡർ, സിന്നമൺ പോലുള്ള ഓയിലുകൾ ഈ ക്യാൻഡിൽ അപ്ലൈ ചെയ്യാം. അതാണ് എസെൻഷ്യൽ ഓയിൽസ് അല്ലെങ്കിൽ ഹെർബുകൾ. ഇതിൽ കത്തിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്യാൻഡിൽ എന്ത് ചെയ്യാം, ലൈറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ടൈമിംഗ് ഉണ്ട്. അതായത് ന്യൂ മൂൺ വരുന്ന സമയങ്ങളിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ അതിന് മോർ പവർഫുള്ളാണ്. അതായത് ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ മൂൺ ഡേയിൽ ചെയ്യുമ്പോൾ, ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീഷനെയാണ് സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മോർണിംഗ് സൺറൈസിൽ ചെയ്യുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ മാജിക് ക്യാൻഡിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റിച്വൽ മാത്രമല്ല, ഇത് നമ്മുടെ മൈൻഡിനെ യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഫെയ്ത്ത്, ക്ലാരിറ്റി, ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രയും ഉണ്ടായാൽ നിങ്ങളുടെ വിഷസ് വേഗത്തിൽ റിയാലിറ്റിയിൽ വന്നു ചേരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ട്രൈ വിത്ത് പ്യുവർ ഇൻറ്റൻഷൻ ആൻഡ് ലെറ്റ് ദ മാജിക് ഹാപ്പൻ.